വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ തീരമണഞ്ഞിരിക്കുകയാണ്. നാവിക ഭൂപടത്തിലേക്ക് വിഴിഞ്ഞത്തെ അടയാളപ്പെടുത്തിയ ദിനം. മസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുമ്പോൾ വ്യാവസായിക വാണിജ്യ കവാടത്തിന്റെ ഷട്ടർ കൂടിയാണ് ഉയർന്നിരിക്കുന്നത്. 300 മീറ്റർ നീളവും 48 മീറ്റർ ഉയരവുമുള്ള കപ്പലിന് 8,000 മുതൽ 9,000 TEU വരെ ശേഷിയുണ്ട്. ജൂൺ 22-ന് ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട് ചൈനയിലെ ഷാങ്ഹായ്, സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. പിന്നാലെ ഡക്കുകൾ ഉപയോഗിച്ച് കപ്പൽ ബെർത്തിലേക്കും. വാട്ടർ സല്യൂട്ട് നൽകി തീരം തൊട്ട സാൻ ഫെർണാണ്ടോയെ കാണാൻ പുലർച്ചെ തന്നെ നാട്ടുകാരുമെത്തി. വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പരിഗണന കിട്ടി, ഒരുപാട് പേർക്ക് ജോലി കിട്ടും, വളരെ നല്ല കാര്യം. രാജ്യത്തിൽ നല്ലൊരു വികസനം വരുന്നത് തടയാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊന്നും ഇപ്പോഴില്ല, സമരം നടത്തിയവരെ കാണാനില്ല. അതുകൊണ്ട് എന്തായാലും ജനങ്ങൾക്കും നാട്ടിനും രാജ്യത്തിനും വളരെയധികം ഒരു മുതൽക്കൂട്ടാണിത്. 2000-ലേറെ കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം പുറംകടലിൽ ഇന്നലെ നങ്കൂരമിട്ടത്. ഇതിൽ 1960 എണ്ണം വിഴിഞ്ഞത്ത് ഇറക്കും. 32-ൽ 31 ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് പ്രവർത്തന സജ്ജമായുള്ളത്. ഇതിൽ 23 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമുണ്ട്. മദ്രാസ് IIT വികസിപ്പിച്ച ഓട്ടോമാറ്റഡ് പോർട്ട് ട്രാൻസ്മിഷൻ സെന്റർ ഇത് നിയന്ത്രിക്കും. കപ്പൽ നങ്കൂരമിടുന്നതും കാർഗോ ഇറക്കുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെന്ററാണ്. മദർഷിപ്പിലെത്തുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനായി മാരിൻ അസൂർ, സീസ്പാൻ, സാൻഡ്രോസ് എന്നീ ഫീഡർ കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തും. ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കും. പ്രകൃതിദത്ത തുറമുഖം എന്ന ഖ്യാതിയും ഓട്ടോമാറ്റഡ് പോർട്ട് ട്രാൻസ്മിഷൻ സെന്റർ എന്നതും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നു. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് പിന്നാലെ സാമ്പത്തികമായും കേരളത്തിൽ ഏറെ മാറ്റമുണ്ടാകുമെന്നാണ് സാമ്പത്തികകാര്യ വിദഗ്ധൻ ജോസ് സെബാസ്റ്റ്യൻ പറയുന്നത്. കേരളത്തിന് തനതായ ശക്തിയുള്ള ഒരു മേഖലയാണ് അഗ്രോ പ്രോസസ്സിംഗ്, അതായത് ഭക്ഷ്യ സംസ്കരണം. അതുപോലെ തന്നെ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധനവ് ആക്കി അവയെ മാറ്റി കയറ്റി അയക്കാനുള്ള സാധ്യതകൾ. ഔദ്യോഗിക ഉദ്ഘാടനം കഴിയുന്നതോടെ പതിറ്റാണ്ടുകളായി ഒരു ജനത കണ്ട സ്വപ്നം സാക്ഷാത്കാരമാവുകയാണ്. വാണിജ്യ വ്യവസായ നഗരമായി വിഴിഞ്ഞം മാറുന്നതോടെ കേരളം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം.